എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒന്നുമില്ലൊരു മനസ്സിൽ തോന്നിയ പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ വേസ്റ്റാക്കാതെ ഒരു ഹെൽത്തി ഫുഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നിടുന്ന വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു മോഡേണിൻ്റെ ചപ്പാത്തിയൊക്കെ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. കണ്ടില്ലേ, മോഡേൺ ചപ്പാത്തി പരസ്യമല്ല ഞാൻ പറയുന്നത്. അത് കണക്ക് ഏത് ചപ്പാത്തി ആയാലും കേട്ടോ. അങ്ങനെ ഒരു ചപ്പാത്തി ഇന്നത്തേക്ക് ഞാൻ രാവിലത്തെ ഫുഡ് പൂരിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി കണ്ടില്ലേ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തായിരുന്നു. റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ ദേ ഈ ഒരു മാല പോലെ നമുക്ക് വേസ്റ്റായി കിട്ടും. നേരത്തെയൊക്കെ ഞാൻ പൂരി ഉണ്ടാക്കുന്നത് ഇത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോ. ഇങ്ങനെ കോണ് മാതിരി കട്ട് ചെയ്തായിരുന്നു ഞാൻ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ അത് ഉണ്ടാക്കാതെ ഇന്ന് ഞാനൊരു ഈ പാത്രം വെച്ച് നമ്മൾ ചോറ്റുപാത്രം വെച്ച് റൗണ്ട് ചെയ്ത് എടുത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ പൂരി ഉണ്ടാക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ കാണാം ഈ ഒരു സാധനം വേസ്റ്റായിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്നുള്ള മനസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് എണ്ണയിലിട്ട് പൊരിച്ച് വീണ്ടും എണ്ണ കൊടുക്കാൻ നമ്മുടെ കൂടെ ഉള്ളവർക്ക് കൊടുക്കണ്ട എന്നുള്ളൊരു വിചാരത്തിൽ, നമുക്ക് ഇനി എണ്ണ കഴിക്കണ്ട എന്നുള്ള വിചാരത്തിൽ ഞാനിത് ഒരു വെറൈറ്റി ആഹാരം, ഒരു ഹെൽത്തി ആഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ അത് കണ്ടില്ലേ, രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസാണ് ഇത്. ഇത്രയും മാല പോലെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആഹാരം ഉണ്ടാക്കി നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ചേ. ഇതേപോലെ എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ മാല പോലെ കട്ട് ചെയ്തിട്ട് നമുക്കതാ ഈ ഒരു കാണാൻ പറ്റുന്നുണ്ടല്ലോ, നേരെ വയ്ക്കുക. ഒരു രസമായി ഇതൊക്കെ കേട്ടോ. നമുക്കൊരു മനസ്സിന് സന്തോഷമുള്ളൊരു കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇത് കഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന നമുക്ക് തരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വലിയ ക്രെഡിറ്റാണ് കേട്ടോ. ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യുക. ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മസാലയ്ക്കകത്ത് ഉണ്ടാക്കാം, അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയിടുക. അങ്ങനെ ഇതെല്ലാം എന്തായി ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്യുക. കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് വേസ്റ്റ് ആവാതെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്യണം. കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട് വരാം. കണ്ടോ, മനസ്സിലായല്ലേ. അപ്പോൾ അപ്പോൾ ഈ ചപ്പാത്തി അതല്ല, ഇത് വേസ്റ്റ് ആവാത്ത ചപ്പാത്തി ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. കാരണം ഇത് നമുക്ക് നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കുന്ന കണക്ക് തന്നെ അതേപോലെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ നൂഡിൽസ് ഒന്നും ഉണ്ടാക്കുന്ന കണക്ക് എടുക്കുന്നില്ല. കാരണം നൂഡിൽസ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിച്ചത് കൊണ്ട് എപ്പോഴും ഇത് കഴിക്കുമ്പോൾ ആൾക്കാരെ കൊടുത്ത ഒരു മടുപ്പ് തോന്നത്തില്ല. അപ്പോൾ നമ്മൾ വെറൈറ്റി കൊടുക്കണം. അപ്പോൾ ഇന്ന് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാനെല്ലാം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതേ കണക്ക്. ഇത് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ എൻ്റെ ഒരു ട്രിക്കുകൾ കേട്ടോ. ഇത് നമുക്കിപ്പോൾ അടപ്പായസം വെച്ചിട്ട് കഴിക്കണമെന്ന് തോന്നിയാണെങ്കിൽ ഇതിപ്പോൾ അതേ കണക്കാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ വാരി ഊറ്റിയെടുക്കുന്നതേ ഉള്ളൂ, വെള്ളം തൂത്തി എടുക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ അതും വെള്ളം തൂത്തി എടുത്തിട്ട് നമുക്ക് നല്ല ഒന്നാന്തര അടപ്പായസം ഉണ്ടാക്കാം കേട്ടോ. ഇതേപോലെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വിശേഷിച്ച് വന്നാൽ ചപ്പാത്തിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് വേവിച്ച് ഊറ്റിയെടുത്ത് നല്ലോണം തൂത്തിയിട്ട് പിന്നെ ഇത് വേവിക്കൊന്നും വേണ്ട, ചൗരിയും ശർക്കരയൊക്കെ പാനിയാക്കി ഒഴിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ നല്ലൊരു അടപ്പായസം നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേ കണക്ക് മൈദാമാവ് അതേ കണക്ക് നൈസായിട്ട് പരത്തി ആക്കിയിട്ട് മാവ് നനയ്ക്കണം. ചൂടുവെള്ളത്തിൽ നനച്ചതിന് ശേഷം മാത്രമേ ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റൂ. പച്ചവെള്ളത്തിൽ നനച്ചാൽ ഇതൊന്നും വെന്ത് കിട്ടത്തില്ല, കലങ്ങിപ്പോവും. വേവിച്ചിട്ട് വേണം ഇത് ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ട് ഈ ഗോതമ്പ് പൊടിയും മൈദാമാവും കൂടെ ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി നമ്മൾ അടയുടെ കണക്ക്, അടയ്ക്കൊക്കെ ഇത്രയും മതിയല്ലോ,
അടയൊക്കെ ഈ രീതിയിലല്ലേ ഇരിക്കുന്നത്, രണ്ടായിട്ട് ഇങ്ങനെ. അത്രയും രീതി അതേ കണക്ക് നമ്മൾ വെള്ളത്തിൽ വേവിച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഇത് വേവിക്കുമ്പോൾ അതേപോലെ ഞാൻ പറയുന്ന കണക്ക് ചെയ്താലും മതി അടപ്പായസം ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഇത് നമുക്ക് പിന്നെ ഇപ്പം നമ്മളെ ഹെൽത്തി ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഷുഗറുകാർക്കും ഈ ഷുഗറുകാർക്കെന്ന് പറയുന്നത് അവരും കൂടി ഒന്ന് കഴിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഗോതമ്പൊക്കെ കഴിക്കുന്നവർ കൂടുതലും ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചപ്പാത്തി കഴിക്കുന്നവർക്ക് ഇങ്ങനൊന്ന് കഴിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം, അടുപ്പിൻ്റെ അടുത്തോട്ട് പോകാം. ഞാൻ ദാണ്ടെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് തണുത്ത വെള്ളം, പച്ചവെള്ളമോ ഐസ് വെള്ളമോ ഐസ് ക്യൂബൊക്കെ വാരിയിട്ട വെള്ളം ഏതായാലും കുഴപ്പമൊന്നുമില്ല. തണുത്ത വെള്ളം ആയാലും പ്രശ്നമില്ല കേട്ടോ. ഇതാണ്ട് ഈ തണുത്ത വെള്ളം എടുത്ത് ഇവിടെ വെച്ചേക്കണം. കാരണം ഇത് വേവിച്ച് തണുത്ത വെള്ളത്തിലിട്ട് കഴുകി എടുക്കണ്ട, കാരണം കൊഴുപ്പ് കുറച്ച് പോകാൻ വേണ്ടി. അപ്പോൾ ഇത് വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് അതിനകത്ത് നമുക്ക് ശകലം ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നമുക്ക് ഒന്നി നെയ്യോ ഏതെങ്കിലും ഓയിൽ, ഇപ്പോൾ ഞാൻ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിനോടൊന്ന് ചേരാതെ നമുക്ക് വേറിട്ട് കിട്ടും. അതിന് വേണ്ടിയ ഒരു തുള്ളി എണ്ണ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് നല്ലോണം ഒന്ന് വെട്ടിത്തിളയ്ക്കട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് പഞ്ചസാരയോ ഒന്നും ഉപയോഗിക്കരുത്. ഇതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് വെള്ളം നല്ലോണം വെട്ടിത്തിളയ്ക്കട്ടെ. ഇത് നമ്മുടെ വെള്ളമെല്ലാം ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളമെല്ലാം വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിനകത്തോട്ട് തന്നെ നമ്മളെ ചപ്പാത്തി കട്ട് ചെയ്തത് ഇടുക. കണ്ടില്ലേ, എൻ്റെ ബുദ്ധി തോന്നിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും കേട്ടോ. കണ്ടില്ലേ, നല്ലോണം തിളച്ച് ഇത് വേണം. കാരണം ചപ്പാത്തി പകുതി കുക്കിഡായ ചപ്പാത്തിയാണ്, അതുകൊണ്ട് അതാണ് നമുക്ക് തരുന്നത്. അതപ്പോൾ വീണ്ടും നമ്മൾ ഒന്നും കൂടി വേവിക്കണം. അതാണല്ലേ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ വേവിക്കണം. ഞാൻ പറഞ്ഞില്ലേ അടപ്പായസം ഉണ്ടാക്കാമെന്ന്. ഇതേപോലെ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ തോത്തിയെടുത്തിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് തട്ടി മാറ്റുമ്പോൾ ഈ കൊഴുപ്പ് പോലത്തെ എല്ലാം അങ്ങ് മാറും. അപ്പോൾ അത് നമുക്ക് പായസം വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. അടപ്പായസം പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതൊന്നും ചെയ്ത് കാണിക്കേണ്ടാത്തുള്ള വിചാരത്തില്ല. കാരണം മധുരമൊക്കെ ആക്കിയാൽ ഞാൻ തന്നെ കഴിക്കണം, അതുകൊണ്ട് അതൊന്നും ഞാൻ കൂടുതൽ ഉണ്ടാക്കാത്തത്. അപ്പോൾ എനിക്ക് മധുരം ഇഷ്ടമാണ്, അത് വേറൊരു കാര്യം. പക്ഷേ എല്ലാം ഇങ്ങനെ അങ്ങ് മധുരം കഴിച്ചുകൊണ്ടേ ഇരിക്കും. എപ്പോഴും ഉണ്ടാക്കുന്നതെല്ലാം ഞാനാണ് തിന്ന് തീർക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതിനൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു തരിക. അപ്പോൾ ഇതാണ്ട ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലോട്ട് മാറ്റാം. ഞാൻ വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തു വെച്ച തണുത്ത വെള്ളത്തിലോട്ട് ഇതിടുക, ഫുള്ളിടുക. നല്ലോണം ഈ പശപ്പ് മാറാൻ വേണ്ടിയാണ് തണുത്ത വെള്ളത്തിലോട്ട് ഇടുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഈ കൊഴുപ്പ് കുറച്ച് മാറിയിരിക്കും. കണ്ടോ. ഇനി നമ്മൾ വീണ്ടും ഇത് അരിപ്പയിലോട്ട് തന്നെ എടുത്ത് മാറ്റി വയ്ക്കുക. കുറച്ച് നേരം ഇനി നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ തന്നെ കഴിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഈ വെള്ളം മൊത്തം അങ്ങ് തോരണം. നല്ലോണം തോത്തിയിട്ട് നമുക്ക് അടുത്ത പരിപാടി കാണിക്കാം. ഈ വെള്ളം തോരുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ ചേർക്കണ്ടേന്ന്. കണ്ടില്ലേ, നമ്മൾ അത് കൊണ്ട് ചെന്ന് ഒന്നും കൂടി പൈപ്പിൽ വെള്ളത്തിൽ വെച്ചിട്ട് നല്ലോണം വേറിട്ട് കിട്ടുന്ന കണക്ക് ഇതാക്കി എടുക്കണം. ഇതിപ്പം വെള്ളം അങ്ങോട്ട് ഫുള്ള് തോന്ന് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ അവിടെ നിന്ന് തോരട്ടെ. ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ആപ്പിള് കണ്ടില്ലേ, ആപ്പിള്, പേരയ്ക്ക ഉണ്ടെങ്കിൽ പേരയ്ക്ക ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ക്യാരറ്റോ ഒക്കെ ചേർത്താലും മതി. നമ്മൾ വീട്ടിലുള്ള ഫ്രൂട്ട്സ്. പക്ഷേ ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഓരോന്ന് വാങ്ങിക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ച് മുന്തിരിങ്ങ, കുറച്ച് കശുവണ്ടി, കുറച്ച് സാദാ മുന്തിരി, ഇത് നമ്മളെ ചോളം, അത് വറുത്തതാണ് കേട്ടോ. ഇത്രയും സാധനമാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓറഞ്ചൊക്കെ ഇടാം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു ഹെൽത്തി ഉണ്ടാവണം, അത്രയേ ഉള്ളൂ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
അങ്ങോട്ട് മാറി. ഇപ്പോൾ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരം കേട്ടോ. 4 മണിക്ക് നമുക്ക് വിശപ്പുണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ മാത്രം മതി. നമ്മൾ വെള്ളം തൂത്തി വെച്ചേക്കുന്ന നമ്മുടെ ചപ്പാത്തി പീസാക്കിയത് വയ്ക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ആപ്പിൾ ഇടുക. എളുപ്പമല്ലേ? ഇത് നല്ല രസമായിട്ട് കഴിക്കാം. പേരയ്ക്ക, മുന്തിരിങ്ങ, കശുവണ്ടി, ഇതിനകത്തുള്ള എന്തോ ബദാമോ കപ്പലണ്ടിയോ പിസ്തയോ എന്താ ഈത്തപ്പഴോ ഒക്കെ വേണമെങ്കിൽ ഇടാം. മുന്തിരിങ്ങ, ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓറഞ്ചും കൂടി ഇടാം. ഓറഞ്ച് ഉണ്ടല്ലോ. ഓറഞ്ച് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ നടുക്കുന്ന് കട്ട് ചെയ്ത് അതിനകത്തുള്ള അരി കളഞ്ഞിട്ട് വയ്ക്കുക കേട്ടോ. ഇങ്ങനെ ഒരു കട്ട് ചെയ്യുമ്പോൾ അരി അങ്ങ് പോവും. കണ്ടില്ലേ? ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. ഓറഞ്ചിൻ്റെ അരിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം കഴിക്കാൻ നേരത്തെ ആർക്കും ബുദ്ധിമുട്ട് തോന്നരുത്, തുപ്പിയൊക്കെ. അതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ. ഇത് ഇത്രയും നമുക്ക് മിക്സ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി തേൻ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ തന്നെ മധുരം കിട്ടുന്നുണ്ട്. നമ്മളിതെല്ലാം നമ്മൾ ചപ്പാത്തി കട്ട് ചെയ്തതും ഫ്രൂട്ട്സും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ഒരു കഴിക്കണം, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ ഇട്ടിടുമ്പോഴും നമ്മൾ എല്ലാം വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ, പിസ്തയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് കുറച്ച് ഇടുക. ഇതൊക്കെ ഞാൻ യൂട്യൂബ് എടുക്കുന്നതിനൊക്കെ മുമ്പേ വീട്ടിൽ പോയപ്പം വാങ്ങിച്ച. യൂട്യൂബ് എടുക്കുമെന്നുള്ള വിചാരമൊന്നുമില്ലായിരുന്നു. ഇതൊക്കെ എനിക്കിഷ്ടം വെച്ചിട്ട് കഴിക്കാം, അങ്ങനെ ഞാൻ വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്യുക, ഇങ്ങനെ എടുക്കുക, കഴിക്കുക. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കണം. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ നമ്മുടെ? ഓക്കെ, അടുത്തൊരു വീഡിയോസോട്ട് നിങ്ങൾക്ക് വെറൈറ്റി വേറൊരു വീഡിയോസോട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ ടാറ്റാ.